നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. കേട്ടറിവ് വച്ച് ആരെയും വിലയിരുത്താതിരിക്കുക. ഒരുപക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ വെറും ഊഹം മാത്രമായിരിക്കും. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടി വരില്ല. എത്ര കഠിനമായ പരിതസ്ഥിതിയിലും തൻ്റെ ലക്ഷ്യത്തിന് നേരെ ചുവട് വച്ച് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ്. നിങ്ങളുടെ മൗനത്തിന് അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാവില്ല. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെപ്പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെ ആവുക. 1000 വട്ടം ഉറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്ക് ഉണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ നമ്മൾ ശീലിക്കുക. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഏതു പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ വഴിയിലാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പരിഹാരം തേടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പുറകിൽ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടാൻ നിങ്ങൾ പദ്ധതി തയ്യാറാക്കിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അബദ്ധമായി മാറും. ജ്ഞാനിയായ മനുഷ്യൻ ജയിക്കാനായി പോരാടുന്നു. സ്വത്തും പണവും ജോലിയും ഒന്നുമല്ല ഭാഗ്യം. നമ്മുടെ കണ്ണു നിറയുമ്പോൾ തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും നമ്മുടെ കൈ വേദനിക്കുമ്പോൾ കണ്ണ് നിറയുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. കഷ്ടകാലം എന്ന് നിങ്ങൾ കരുതുന്ന നേരത്തിൻ്റെ മറവിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളുടെ അവസാനം നിങ്ങൾ മികച്ചവരും ശക്തരും ബുദ്ധിശാലികളുമായി മാറുന്നത്. പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് ബന്ധം നിലനിൽക്കാൻ അത്യാവശ്യമായ കാര്യമാണ്. ആരോഗ്യകരമായ കുടുംബ ബന്ധത്തിന്
ഇത് സഹായിക്കും.